നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫെയർ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ്. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തും ചർച്ച ചെയ്യാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫെയർ. നമ്മളിങ്ങനെ വാഹനമൊക്കെ വാങ്ങിക്കുന്നത് നമ്മുടെ ഫാമിലി വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാനാണ്. വാഹനയാത്രയിൽ മാത്രമല്ല, എപ്പോഴും നമ്മുടെ ഫാമിലി വളരെ സേഫും കംഫർട്ടബിളും ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഗുണം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോഴാണ്. അതുവരെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല, എൻ്റെ ഫാമിലി വളരെ സേഫാണ് എന്ന് വിശ്വസിച്ച് ജീവിച്ചു പോകാനാണ് നമുക്കിഷ്ടം. ഞാൻ പറഞ്ഞു വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസുകളെ പറ്റിയാണ്. പല ഫാമിലിയും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രതിമാസം 400 അല്ലെങ്കിൽ 500 രൂപ പോലുള്ള ചെറിയ തുകകളിലൊക്കെ ഹെൽത്ത് പ്ലാനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അസുഖം വന്നിട്ട് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, മുന്നോടിയായി എടുത്തു വെക്കണമെന്ന് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് കമ്പനികളുടെ ഹെൽത്ത് പ്ലാനുകൾ നോക്കി നിങ്ങൾക്ക് യോജിക്കുന്ന പ്ലാൻ തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതും 25% വരെയൊക്കെ ഡിസ്കൗണ്ടിൽ 1 കോടി രൂപ വരെയൊക്കെ കവറേജുള്ള പ്ലാനുകൾ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും BP, ഡയബറ്റിസ്, തൈറോയിഡ് അല്ലെങ്കിൽ ആസ്മ അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് 1ാമത്തെ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് കവറേജ് കിട്ടുന്ന പ്ലാനുകൾ വരെ ഇപ്പോൾ ലഭ്യമാണ്. ഇനി നിങ്ങൾ പ്രവാസിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് പുറം നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും 35% വരെയൊക്കെ ചിലവ് കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഹെൽത്ത് പ്ലാനുകൾ എടുക്കാനും സാധിക്കും. ഇനി എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ ക്ലെയിം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോളിസി എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ലഭിക്കും. നിങ്ങളൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം റോഡിൽ ഇറക്കില്ലല്ലോ. കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാർട്സിന് തീ വിലയാണ്. പക്ഷേ മനുഷ്യൻ്റെ ആരോഗ്യത്തിനും സമ്പത്തിനും അതിനേക്കാൾ വിലയുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും അത് സംരക്ഷിക്കാൻ വേണ്ടി ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോലും എടുത്തു വയ്ക്കാൻ നമ്മൾ മറന്നു പോകുന്നു. അത് തീർച്ചയായിട്ടും ഭാവിയിൽ വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അതുകൊണ്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി നല്ലൊരു കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയർ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഒരു ഹോണ്ട CB 200Xൻ്റെ ഓണറാണ്. നമസ്കാരം. സോറി. ഹായ്. പേര്? ആദിത്യ. എന്ത് ചെയ്യുന്നത്? ഇത് ഞാൻ ഡോക്ടർ റെഡീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, ഏരിയ ഹെഡായിട്ട്. ഇതാണ് എറണാകുളത്ത് തന്നെയാണ്. എറണാകുളത്തുകാരൻ തന്നെയാണ്. അതെ. വൈപ്പിനിലാണ് വീട്. ഇന്നലെ കാര്യമായിട്ട് ഓടിയിട്ടുണ്ടല്ലോ, ചെളിയൊക്കെ പിടിച്ച മഴയത്ത്. അത്യാവശ്യം ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓട്ടങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതാണ്. എത്ര നാളെ എടുത്തിട്ട്? ഇത് ഞാൻ 2024 ഓഗസ്റ്റിൽ എടുത്തതാണ്. എന്തുകൊണ്ട് ഇത് വാങ്ങി? ഞാൻ ആക്ച്വലി ജിക്സറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബോഡി വെയിറ്റും കാര്യങ്ങളെല്ലാം കൂടി വന്നപ്പോഴത്തേക്കിനും ജിക്സർ കുറച്ചും കൂടി താന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീണ്ടും നടുവേദനയും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് ആലപ്പുഴയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടം വരെ പോയി വരുന്നതും എല്ലാം ബൈക്കിൽ തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയായിരുന്നു. അപ്പോൾ വേറൊരു ബൈക്ക് എടുക്കണം. അതൊരു 10 years ഞാൻ യൂസ് ചെയ്ത വണ്ടിയാണ്. അതിനുശേഷം വേറെ പക്ഷേ എന്നിട്ട് ഇത്രയും ദീർഘദൂരം പോയപ്പോഴേ ഈ നടുവിൻ്റെ പ്രശ്നം വന്നു. അതെ. ചെറിയ ഓട്ടത്തിനൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം പുതിയൊരു വണ്ടിയിലേക്ക് നോക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അന്നേരം ഹോണ്ടയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതും. അപ്പോൾ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന വണ്ടി യൂണിക്കോൺ ആയിരുന്നു. പക്ഷെ ചെന്നു ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും കുറേ കൂടി ബെറ്റർ ആണെന്ന് തോന്നി. ഹോണ്ടയിലായിരുന്നു വർക്ക്. ഡീലർഷിപ്പില്? അതെ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം ഞാൻ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അന്നപ്പം ഈ ഹോണ്ടയുടെ എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ട്? എല്ലാ വണ്ടിയും ഓടിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പം ഹൈനസ് ഇഷ്ടപ്പെട്ടില്ല? ഹൈനസ് ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ ബിഗ് വിങ്ങിന്റെ വണ്ടികളിലേക്ക് പോയില്ല. റെഡ് വിങ്ങിൽ തന്നെ നോക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. പിന്നെ അത്യാവശ്യം ഫീച്ചർ ലോഡറാണ്. നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഭയങ്കര അപ്രൈറ്റ് പൊസിഷനിലായതുകൊണ്ട് തന്നെ എത്ര ദൂരം ഓടിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ നടുവേദന ഇല്ല. ഇപ്പൊ ഞാൻ ആലപ്പുഴ പോകുന്നുണ്ട്, കൊല്ലം പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് തന്നെ പട്ടവട പോയായിരുന്നു. അത്യാവശ്യം ഓഫ് റോഡ് ഉണ്ടായിരുന്നു. നല്ല അത്രയും ഓടിച്ചിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കും ബാക്കിലിരുന്ന ആൾക്കും ഒരു കുഴപ്പമില്ല. നടുവേദനയും ഇല്ല, ബോഡി പെയിൻ ഇല്ല, ഒന്നുമില്ല. ബാക്കിരിക്കുന്ന ആൾക്കും കംഫർട്ടബിൾ ആണ്. എത്രയായി ഓൺറോഡ്? അന്ന് 190 ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ USB ചാർജർ, പിന്നെ അതുപോലെ TFT ഡിസ്പ്ലേ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് സിംഗിൾ ചാനൽ ABS ആണ്. പുതിയത് ഇപ്പോൾ ഡ്യുവൽ ചാനൽ വന്നിട്ടുണ്ട്. സിംഗിൾ ചാനൽ ഇഷ്യൂസ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഇതിന്റെ? എനിക്ക് കംഫർട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഹോണ്ടയുടെ റിഫൈൻമെന്റ് എഞ്ചിന്റെ ഇപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കസിൻ അനിയനുണ്ട്, അവന് RC ഓടിക്കുന്ന പയ്യനാണ്. അപ്പോൾ അതിലിങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു C വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കുവാണ്, എഞ്ചിനുണ്ടോ, ഇലക്ട്രിക് വണ്ടിയാണോ,
ഞാനിപ്പോ അത് ആലോചിച്ചു, ഇപ്പൊ ഓടി പോകുന്ന വഴിക്ക് ഞാൻ ഭയങ്കര സൈലന്റ് ആണ്, സൈലന്റ് ആണ്. വൈബ്രേഷൻ ഇല്ല. നമ്മളിപ്പോ നല്ല റോഡിൽ ഒരു 100 ഒക്കെ കയറുകയാണെന്നുണ്ടെങ്കിലും ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ല വണ്ടി. അത് ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ തന്നെ ആയിരിക്കുള്ളൂ. അത്രയും നല്ല റിഫൈൻമെന്റ് ആണ് വണ്ടി. നല്ല ദൂരം ഓടുമ്പോൾ ഹീറ്റിന്റെ ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ വേറെ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ നോർമൽ ഒരു സ്ലിപ്പർ ഇട്ടിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ പോലും കാലിലേക്ക് നല്ല ചൂടടിക്കും. ആ സെയിം സ്ലിപ്പർ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ല. ഹീറ്റിംഗ് ഇഷ്യൂസും എല്ലാം വളരെ കുറവാണ്. അതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം അല്ലേ. പലപ്പോഴും ഇപ്പൊ എൻഫീൽഡൊക്കെ ഇപ്പോഴാണ് ഹീറ്റ് ഇഷ്യൂസ് പരിഹരിച്ചത് അല്ലേ. ഇതുവരെയൊക്കെ പണ്ടുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയാനുണ്ടോ? നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ 200cc ആണ്. ആ 200cc നമുക്ക് 5 ഗിയറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇടയ്ക്ക് വണ്ടി നമ്മളോട് ചോദിക്കുന്ന പോലെ ഒരു ഫീല് വരാണ്, 6ാമത്തെ ഗിയർ കൂടി ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള. ആ 250യുടെ ആ ഒരു എഞ്ചിനും 6 സ്പീഡ് ഗിയർ ബോക്സും കൂടിയൊക്കെ ആയിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ഈ ഹോണ്ടയിൽ വർക്ക് ചെയ്ത സമയത്ത് എല്ലാ വാഹനങ്ങളും ഓടിച്ചു നോക്കി കാണുമല്ലോ, ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ ഹോണ്ടയുടെ? ഹൈനസ് വളരെ നല്ലൊരു വണ്ടിയാണ്. അതേപോലെ തന്നെ CB 350 എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഇറക്കിയായിരുന്നു, അത് കൊള്ളാം. ഒബ്വിയസ്ലി CB 200X. ഇപ്പൊ എത്ര ഓടി കാണും? ഇതിപ്പോ ഒരു 40 കിലോമീറ്റർ ഓടി, 40,000. ഓക്കെ. എങ്ങനെയുണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ്? ഹോണ്ടയുടെ പൊതുവെ ഉള്ള ഒരു പ്രശ്നമായിട്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് ആക്ച്വലി വളരെ കുറവാണ്. ആണോ? എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഓഫീസിൽ കുറേ കാലം ആക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കാറുകളൊക്കെ കൂടുതൽ മെയിൻ്റെനൻസ് കോസ്റ്റ്, സർവീസ് കോസ്റ്റ് അതിന് വരാറുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഹോണ്ട കൂടുതൽ എപ്പോഴും ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് ഉണ്ടെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വരാൻ കാര്യം അതാ. ഇത് നമ്മളെ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു AMC കൂടി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ടിന് AMC കിട്ടും. അതിനകത്ത് ഈ പറയുന്ന സർവീസ് കോസ്റ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കുറഞ്ഞും വരും. ആണല്ലേ? എത്ര ഉണ്ട് AMCക്ക്? എത്ര രൂപ നമ്മൾ ആദ്യം കൊടുക്കുന്നത്? 750 അങ്ങനെ എന്തോ ആയിരുന്നു. അതെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെർ സർവീസ് മറ്റേ പെയ്ഡ് സർവീസിന്റെ പൈസ കുറഞ്ഞിട്ട് 500 എന്തോ അതിനകത്ത് തന്നെ കുറയും. അങ്ങനെ 3 സർവീസ് പറയുമ്പോൾ തന്നെ 1500 രൂപ. എന്തെങ്കിലും കാര്യമായ മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടോ, അതോ ഈ സർവീസ് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ചെയ്തു തരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് മീറ്ററിനകത്ത് ചെറിയൊരു വെള്ളത്തിന്റെ ഡ്രോപ്ലെറ്റ്സ് പോലെ കാണുമായിരുന്നു, അതിന് മീറ്റർ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നു. അതേപോലെ എനിക്ക് വന്നിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഞാൻ മാറേണ്ടി വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തന്നെ ശ്രദ്ധക്കുറവുകൊണ്ട് പാഡ് തീർന്നിട്ടും ചവിട്ടിക്കൊണ്ടിരുന്നതാണ്. എത്ര ആയി കാണും അന്ന് ഡിസ്ക് മാറിയപ്പോൾ? ഡിസ്ക് മാറിയതിന് 1300 രൂപയോ അത്രേ ഉള്ളൂ. ഡിസ്ക് കംപ്ലീറ്റ് ഡിസ്ക്. ഇനി പ്രധാനപ്പെട്ട ചോദ്യം, മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജിന്റെ കാര്യത്തിൽ ഒരു 45-നും 50-നും ഇടയിൽ കിട്ടുന്നുണ്ട്. അത് സിറ്റിയിലും കിട്ടുന്നുണ്ടോ? സിറ്റിയിലും കിട്ടുന്നുണ്ട്. അത് ശരി. മറ്റേ ജിക്സറിന് എത്ര കിട്ടുന്നുണ്ടായിരുന്നു? ജിക്സറും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ജിക്സർ 150 ആണ്, ഇത് 180 200ലേക്ക് വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന മൈലേജ് തന്നെ കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെ. ഇപ്പൊ ഇതിനൊക്കെ ശേഷം ഇപ്പൊ 2 വർഷം ആയാലും എടുത്തിട്ട് ഇപ്പൊ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് ഏതാ? അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു ബൈക്ക് കൊള്ളാലോ എന്ന് തോന്നുന്നത്? അതായത് ഇപ്പൊ ഇന്നലെ ഞാൻ ഈ കല്യാണത്തിന്റെ പരിപാടിക്ക് പോയപ്പോ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ട് വണ്ടിയിലേക്ക് നോക്കിയിട്ട്, ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗാണ്, ബോസ് തന്നെ വിളിക്കുന്നത്. ബോസേ, വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗി തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയെ കുറിച്ച് തന്നെ മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ആക്ച്വലി ഇപ്പോഴും ഒരു ബെറ്റർ ലുക്കിൽ വരുന്ന ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്തത്. ഇലക്ട്രിക് ബൈക്കുകൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഏതാ ഓടിച്ചത്? സ്കൂട്ടറോ ബൈക്കോ? ഞാൻ മറ്റേ അൾട്രാ വയലറ്റിന്റെ മോഡൽ ഓടിച്ചായിരുന്നു. എന്താണ് അഭിപ്രായം? വളരെ നല്ലൊരു വണ്ടിയാണ്, ഇഷ്ടപ്പെട്ടു. നല്ല പിക്കപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും മനസ്സിലേക്ക് ചായുവോ ഇലക്ട്രിക്കിലേക്ക്? ഞാൻ ഇതെടുക്കുന്ന സമയത്ത് ഞാനൊന്ന് ആലോചിച്ചായിരുന്നു ഇലക്ട്രിക് എടുത്താലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പെട്രോൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം റിലയബിൾ ആണിത്. അപ്പം അതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇലക്ട്രിക് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും കുറവാണല്ലോ ഇപ്പോൾ. അത് കൂടി വരുന്നോറും അതിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജിക്സർ 10 വർഷം ഉപയോഗിച്ചു. എത്ര കാലം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതിപ്പോൾ ഹോണ്ട തന്നെ പറയുന്നത് 10 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ആ 10 വർഷത്തെ വാറണ്ടി നമുക്ക് എന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒരു 5 or 6 വേണമെങ്കിൽ ഇനി ഒരു 10 വർഷം ഉപയോഗിക്കാൻ പറ്റും. ഈ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ഈ വണ്ടിയിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇല്ല. ഇതിന്റെ നെക്സ്റ്റ് വേർഷനിലാണ് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ പേര് മാറ്റിയായിരുന്നു, NX 200. നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ കണക്ടിവിറ്റി ഇല്ല. ഇത്
ഇത് നോർമൽ മീറ്റർ ആണ്. TFT മറ്റു കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വരുന്നില്ല. ബ്ലൂടൂത്ത് ഇല്ല? ബ്ലൂടൂത്തും ഇല്ല. ബ്ലൂടൂത്തും ഇല്ല. ഇല്ല, TFT അല്ല ഇതിന്റെ. അല്ല അല്ല അല്ല. ഇതിനകത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. സൂപ്പർ ക്ലച്ച്. സാധാ മീറ്റർ മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് മിസ് ചെയ്യുന്നുണ്ടോ? കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മൊബൈൽ ഹോൾഡറും ചാർജറും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ഇറങ്ങിയ മോഡലാണെങ്കിൽ അത് ഇൻബിൽഡ് ആയിട്ട് വരും. പിന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, അതൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലോ ഹോണ്ടയുടെ കാര്യത്തിൽ ആരും അങ്ങനെ വലിയ കുറ്റം പറയില്ല, നമുക്കറിയാം. അപ്പോൾ ഇത്ര ഓടിച്ചിട്ട് 40,000 കിലോമീറ്റർ വെച്ചാൽ പക്ക ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ഹൈനസാണ്. ഹൈനസിൻ്റെ റിഫൈൻമെൻറ്റും കാഴ്ചയിൽ RD350 ഒരു ലുക്കും പഴയ RD ലുക്കുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഓടിച്ചിട്ട് എനിക്ക് എപ്പോഴും ഓടിച്ചു പോകുന്ന കാണുമ്പോൾ ഞാൻ നോക്കി നിന്ന് പോകുന്ന ഒരു ബൈക്കാണ് ഇപ്പോഴും ഹൈനസ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത്രയും വർഷം ജിക്സർ ഓടിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് ഫെയറിംഗ് ഉള്ള വണ്ടികളോടാണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് നോക്കിയത്. ഞാനൊക്കെ പണ്ട് ഈ RX ഒക്കെ ഓടിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഫെയറിംഗ് കാണുമ്പോഴത്തേക്കും അത് വലിയ വലിപ്പമുള്ളൊരു വണ്ടി പോലെ തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മറ്റേ ആ ഒരു ലുക്ക് RD350 ലുക്ക് ഉള്ളതുകൊണ്ടായിരിക്കും ഹൈനസിനോട് ഇഷ്ടം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം റെഡ്ഡീസ് ഫൗണ്ടേഷൻ അല്ലേ? ഓക്കെ ശരി. അപ്പോൾ താങ്ക് യു. ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടാറ്റ ടിയാഗോ ഓണറാണ്. നമസ്കാരം. നമസ്കാരം. സൂര്യ. എന്ത് ചെയ്യുന്നു സൂര്യ? ഞാൻ സ്റ്റുഡന്റ് ആണ്. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സ്റ്റുഡന്റ് ആണ്. പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂട്യൂബിന്റെ ഭാഷ അത് പറഞ്ഞു കഴിഞ്ഞാലേ ചിലപ്പോ അറിയാം. തിരിഞ്ഞു വരും. നമുക്ക് അധികം ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇതെന്തോ ഒരു തട്ട് കെട്ടിയല്ലോ അവിടെ പോയിട്ടുണ്ട്. ഇതൊരു കഴിഞ്ഞ ആഴ്ച നടന്നൊരു സംഭവമാണ്. ഞാനിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയായിരുന്നു വൈക്കം റൂട്ട്. വൈക്കത്ത് നിന്ന് എറണാകുളം വരെ തിരിച്ചു വരികയായിരുന്നു. അപ്പൊ നമ്മുടെ മറ്റേ തൃപ്പൂണിത്തറ ജംഗ്ഷനിൽ വെച്ചിട്ട് ഒരു കിയോ സെൽറ്റോസ് കയറ്റി ഒറ്റ ചവിട്ടി അവിടെ നിർത്തി. അതിന്റെ പിന്നെ ഒരു വാഗണാർ ഇടിച്ചു. അതിന്റെ വീണ്ടും ഞാൻ പോയി ഇടിച്ചു. ഒരു 15-20 സ്പീഡിലാണ് പോയി ഇടിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ വണ്ടിക്ക് ചെറിയൊരു ബെൻഡ്, ഇവിടെ ഒരു ചെറിയ ബെൻഡേ ഉള്ളൂ. അപ്പൊ വാഗണാറിന്റെ ഡിക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് ചളങ്ങി പോയിട്ട് ഒരു ചെറിയ ഒരു ഹോളും വന്നു. ഈ ഹോളിന്റെ അവിടെ അത്രക്കം പറ്റി. ഇത് ആകെ ഒരു ചെറിയ ബെൻഡ് പറ്റിയുള്ളൂ. എനിക്ക് തോന്നുന്നു കിയോ സെൽറ്റോസ് മിക്കവാറും എമർജൻസി ബ്രേക്ക് ചെയ്തായിരിക്കും അഡാസിന്റെ. അതല്ല 2019 മോഡലായിരുന്നു. അപ്പൊ അവര് പാനിക് ആയിട്ടൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തായിരിക്കണം. അവര് സ്പോട്ട് വിട്ട് കളഞ്ഞു. ഞങ്ങള് പിന്നെ ഞാൻ ടാക്സിക്കാരൻ തമ്മിൽ ടാക്സി ആയിരുന്നു തീരുമാനമൊക്കെ. അപ്പം അതോടുകൂടി ടിയാഗോയുടെ സ്നേഹം കൂടിയോ? പിന്നെ അല്ല, ഇത് പല പല സംഭവങ്ങളിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്റെ അമ്മയും യൂസ് ചെയ്യാറുണ്ട് ഇടക്ക്. ഇതുപോലെ ഒരു 4 വർഷം മുമ്പ് ഇതുപോലൊരു ആക്സിഡന്റിൽ പറ്റി. ഇതുപോലെ ഒരു കമ്പൈൻഡ് ആക്സിഡന്റ് ആയിരുന്നു. നമ്മുടെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ല. അതാ ഞങ്ങൾക്ക് പിന്നെ ടാറ്റയുടെ വണ്ടികളോട് ഒരു പ്രത്യേകതരമായ ഒരു സ്നേഹമുണ്ട്. അതല്ലാതെ ഉണ്ട്, സ്നേഹമുണ്ട്. അതെന്താ, അതിന് എന്തെങ്കിലും ചരിത്രമുണ്ടോ? ചരിത്രം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാന് ആദ്യമായിട്ട് വാഹനമൊക്കെ പ്രോപ്പറായിട്ട് ഓടിച്ചു തുടങ്ങിയത് ഒരു ടാറ്റ ബോൾട്ടിലാണ്. ഇപ്പോഴും ഉണ്ടാ വണ്ടി, ബോൾട്ട് ഡീസൽ മാനുവല്. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മുടെ 5 EV പുതിയ ഇറങ്ങിയല്ലോ. അപ്പൊ ഞാൻ ബൈചേട്ടന്റെ റിവ്യൂ കണ്ടിട്ടാണ് അത് മേടിച്ചത്. അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, പൈസ അടച്ചിട്ടുണ്ട്. വണ്ടി ഇതുവരെ ഡെലിവർ ആകാത്തതുകൊണ്ടാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് 5 വരാൻ വേണ്ടി. ബോൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടാറ്റയുടെ ആദ്യത്തെ നല്ലൊരു വാഹനമാണ്. ഇൻഡിക്കേഡ വിസ്റ്റയുടെ പ്ലാറ്റ്ഫോം ആണല്ലോ. എങ്കിലും അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വന്നതാണ്. അത് എത്ര കാലം ഇപ്പൊ ഉപയോഗിക്കുന്നു? അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് ലൈസൻസ് കിട്ടിയ മുതലാണ്. 2019 മുതൽ ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയ സമയത്ത് അവിടെയൊക്കെ കൊണ്ടുപോയി ഞാൻ ഡെയിലി യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് മെയിനായിട്ട് പഠിച്ചത് അതിലാണ്. ഞാൻ പ്രോപ്പറായിട്ട് ഓടിച്ച് പഠിച്ചത്. അപ്പൊ അതിനുശേഷമാണ് ഇത് മേടിച്ചത്. അപ്പൊ അത് ഇതുവരെ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ടോ? ഇതുവരെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 1.3 എഞ്ചിനാണല്ലോ, മറ്റേ MJD എഞ്ചിനാണല്ലോ, നാഷണൽ എഞ്ചിൻ ഓഫ് ഇന്ത്യ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അത് പലർക്കും അറിയില്ല. അവര് പറയും ടാറ്റ അല്ല എങ്ങനെ നിൽക്കുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് MJD കംപ്ലൈന്റ് ആകത്തില്ല. അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും എല്ലാത്തിനും കാണുന്ന പ്രശ്നം റസ്റ്റ്. ഇപ്പൊ ഈ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് റീപെയിന്റ് ആ വണ്ടി, കംപ്ലീറ്റ് റീപെയിന്റ് ആണ്. അത് വേറൊന്നുമല്ല, ബാക്കിൽ ചെറുതായിട്ടൊന്ന് റസ്റ്റ് കയറി എന്ന് വെച്ചാൽ ബമ്പറിന്റെ ഇടയിൽ മറ്റേ ഹോൾ ഉണ്ടല്ലോ വെള്ളം പോവാൻ, അതിലെ ഇല സ്റ്റക്കായിട്ടിരുന്നിട്ട് ബമ്പറിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് വെള്ളം വരുന്നു. ഫുള്ള് റസ്റ്റായി ബാക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വണ്ടിയുടെ പെയിന്റും ചെറുതായിട്ട് ഫെയ്ഡായി. ഇതിപ്പോ പൊടി പിടിച്ചിരിക്കണ കാരണമാണ് വണ്ടി ഏതൊരു ഡിസെന്റ് വരെ റീപെയിന്റ് വണ്ടി. അതൊരു ഡിസംബറിൽ ചെയ്തേ. എത്ര കാലം കൊണ്ട് റെസ്റ്റ് വന്നത്? 5 വർഷം. ഇത് 2020 വണ്ടിയാണ്. 2020 BS6. അതും ബൈചേട്ടൻ റിവ്യൂ കണ്ടെടുത്തത്. 2020 BS6 ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ വണ്ടിയാണ്. അപ്പൊ
5 വർഷം. 5 വർഷം. ഈ ടാറ്റയാണ് ഏറ്റവും നല്ല സ്റ്റീൽ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് റെസ്റ്റ് പിടിച്ച എങ്ങനെയല്ലേ? അതല്ല, അതിന് വേറൊരു എനിക്ക് മനസ്സിലായ ഒരു സയന്റിഫിക് പരിപാടി ഉണ്ട്. അത് അലോയികൾ ചേർക്കുമ്പോഴാണ് തുരുമ്പ് പിടിക്കാത്തത്. ഇത് പ്യുവർ മെറ്റലാണ്, അതുകൊണ്ട് തുരുമ്പ് പിടിക്കുന്നു. കുറ്റം പറയല്ലേ, കണ്ടോ? പിന്നെ ഒരു കുറ്റം കൂടിയുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം ഇതുപോലെ, ഒരു പ്രാവശ്യം എന്ന് വെച്ചാൽ ഒറ്റ ഒരു കംപ്ലൈന്റ് ആണ്, പക്ഷെ പല പ്രാവശ്യം 3 പ്രാവശ്യം ഞാൻ മടിയിൽ കിടന്നിട്ടുണ്ട്. ഇതിന്റെ ECUവിന് കംപ്ലൈന്റ് ആയി. ECUവിന് കംപ്ലൈന്റ് ആയ ശേഷം ആക്സിലേറ്റർ ചവിട്ടിയിട്ട് നീങ്ങുന്നില്ല. പിന്നെ എയർ ബാഗിന്റെ ലൈറ്റ് കത്തുന്നു, ചെക്ക് എഞ്ചിൻ ലൈറ്റ് കത്തുന്നു, ട്രാൻസ്മിഷൻ എറർ വരുന്നു. അങ്ങനെ ഒരു 3 പ്രാവശ്യം വഴി കിടന്നിട്ടുണ്ട്. ആകെ ഇതിപ്പോ 70,000 കിലോമീറ്റർ ആയി. 3 പ്രാവശ്യം വഴി കിടന്നിട്ടുണ്ട്. പിന്നെ ECU മാറ്റി, അതിനുശേഷം പ്രശ്നമില്ല. ഇത് ഏത് മാനുവൽ ആണോ? ഇത് AMT ആണ്, XZ+ AMT ആണ്. ടോപ്പ് മോഡൽ. ലാഗ് അനുഭവിക്കുന്നുണ്ടോ? അതോ ലാഗ് നമുക്ക്, ഞാനൊരു അത്യാവശ്യം മിക്സ്ഡ് ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഓടിക്കുന്ന ഒരാളാണ്. പൊതുവേ ഞാൻ ഭയങ്കര റിലാക്സ് ഫുട്ടായിട്ടാണ് ഓടിക്കുന്നത്. അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത്തിരി സ്പിരിറ്റഡ് ആയിട്ട് ഓടിക്കുന്നതാണെങ്കിൽ ഒരു ലാഗ് ഉണ്ട്. ആക്സിലേറ്റർ ആഞ്ഞ ഔട്ടെടുത്തിരിക്കില്ല, ഗ്രാജുവലി കൊടുത്തു പോയി കഴിഞ്ഞാൽ. പിന്നെ മാരുതിയുടെ AMT-നേക്കാളും ലാഗ് ഉണ്ട്. മാരുതിയുടെ AMT ഇത്രയും കൂടി സ്മൂത്ത് ആണ്. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ആണ് രണ്ടും, ആ കോയിനും ഈ സൈഡും എന്ന് വെച്ചാൽ അത് കൂടുതൽ കിട്ടുന്ന മൈലേജും കുറവ് കിട്ടുന്ന മൈലേജും വേറെ അറ്റത്താണ്. ഞാനൊരു ദിവസം, ഞാൻ ഈ വണ്ടി ബാംഗ്ലൂർ 4 പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഒറ്റക്ക് പോയിട്ടുണ്ട്, ബാക്കി 2 പ്രാവശ്യം കൂട്ടുകാരായിട്ട് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയേക്കുന്ന മൈലേജ് MID-യിൽ എഴുതി കാണിച്ചത് വളരെ ലൈറ്റ് ഫുട്ടായിട്ട് AC ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം എനിക്ക് MID-യിൽ എഴുതി കാണിച്ചത് 26 മൈലേജ്. പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടാങ്ക് ടു ടാങ്ക് മെത്തേഡിൽ 24.2 മൈലേജ് കിട്ടി. അതെനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണം. ഏറ്റവും കുറവ് കിട്ടിയേക്കണ മൈലേജാണ് എപ്പോഴും കിട്ടാറുള്ളത്. അത് ടൗണിൽ ഓടിക്കുമ്പോൾ എനിക്കൊരു 9-10 അടുപ്പിച്ച് 10 കിട്ടും. 10-ന് താഴെ എന്തായാലും പോകാറുണ്ട്. അത്രയും ഡിഫറൻസ് ഉണ്ട്. മൈലേജ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല മൈലേജും, എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവ് മൈലേജ്. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യങ്സ്റ്റേഴ്സ് ആണല്ലോ. എനിക്കിപ്പോ 24 വയസ്സുള്ളൂ. നമ്മളൊക്കെ യങ്സ്റ്റേഴ്സ് ആണല്ലോ. ബൈചേട്ടൻ പിന്നെ അറിയാലോ, ബൈചേട്ടൻ പണ്ട് മുതലേ വണ്ടി കിട്ടിയ അറത്തല്ലേ പോണത്. അപ്പൊ നമ്മള് പൊതുവേ ഇത്രയും കൂടി നമ്മൾ സ്പീഡിലൊക്കെ ആയിരിക്കും പോകുന്നത്. ടാറ്റയുടെ ഏതൊരു വണ്ടി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു 80-100-ലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോളോ ആയിട്ടൊന്നും പറ്റില്ല. പോളോ ഒക്കെ വേറെ ലെവലാണ്. പക്ഷെ നമ്മുടെ ഈ ബഡ്ജറ്റ്, ഞാനിത് 7,30,000 രൂപ കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. ആ ഒരു ബഡ്ജറ്റിൽ ഇത്ര സ്റ്റെബിലിറ്റി, ഒരു കോൺഫിഡൻസ് തരുന്ന വാഹനം വേറെ ഇല്ല. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു ഇത്. അതെ, നമുക്ക് ഇരുന്ന് ഗട്ടറൊക്കെ ചാടി കഴിയുമ്പോൾ മാരുതിയൊക്കെ ആണെങ്കിൽ പട്ടേ ഒരു പാട്ട് ഇളകണ ഒരു ഒച്ചയൊക്കെയാണ് വരുന്നത്. ഇത് ആകുമ്പോൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് പോകും. ശരി. ഇപ്പൊ ടാറ്റയുടെ ഏറ്റവും പുതിയ വണ്ടികൾ ഇപ്പൊ 5 ബുക്ക് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ ടാറ്റയുടെ ഇപ്പൊ കണ്ടിട്ടുള്ളതിൽ? എനിക്ക് ടാറ്റയുടെ ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിയറ ആയിരുന്നു. പക്ഷേ സിയറയുടെ നമുക്കറിയാം ഒരു സെഗ്മെന്റ് താഴെ, നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് വാഹനത്തിനെക്കാട്ടും ഒരു സെഗ്മെന്റ് താഴെയാണ്, ക്രെറ്റയുടെ സെഗ്മെന്റ് ആണ്. അപ്പോൾ ലുക്ക് വൈസ് സിയറയും നമ്മുടെ ഓവറോൾ വൈസ് നമുക്ക് ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പായ സഫാരിയാണ് ഏറ്റവും ഇഷ്ടം. അതെ. അപ്പൊ എന്തുകൊണ്ട് അതിലേക്ക് പോകാതെ വീണ്ടും ഒരു 5 EV-ലേക്ക് തന്നെ ഇത്ര ചെറിയ വണ്ടിയിലേക്ക് എത്തി നിൽക്കുന്നത്? അത് വേറൊന്നുമല്ല, എന്റെ വീട്ടില് ഫോർച്യൂണർ ഉണ്ട്. അത് 4x2 ഓട്ടോമാറ്റിക് ആണ്, നമ്മുടെ ടൈപ്പ് 3, മറ്റേ 2016 മോഡൽ. അപ്പൊ പിന്നെ സഫാരിയിലേക്ക് പോകേണ്ട കാര്യമില്ല, പിന്നെ പോകേണ്ട ആവശ്യവുമില്ല. നമുക്ക് അധികം അങ്ങനെ ലോങ് വരുന്നില്ല. അപ്പം ആദ്യമായിട്ടാണ് EV എടുക്കാൻ പോകുന്നത് വീട്ടിൽ? ഇല്ലില്ല, എന്റെ വീട്ടിൽ വേറൊരു EV-യും കൂടി ഉണ്ട്, ടിഗോർ EV യൂസിങ്. ഇത് മൊത്തം ടാറ്റയാണല്ലോ. ഒരു പഞ്ചും വരുമല്ലോ, അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ടിഗോർ EV എന്ന് പറയുന്നത് ഒരു പഴയ ടെക്നോളജി ആണല്ലോ EV-കളുടെ കാര്യത്തിൽ. അതെ, 200 ബൈച്ചേട്ടൻ പറഞ്ഞ പോലെ 200 വോൾട്ടിന്റെ ടെക്നോളജിയിലാണ്. എങ്ങനെയുണ്ട് അത് വണ്ടി? അതും നല്ല വണ്ടിയാണ്. അതെന്റെ അങ്കിള്, മെയിനായിട്ട് അങ്കിളാണ് യൂസ് ചെയ്യുന്നത്. അതിന് റേഞ്ച് ഒരു 190-220 വരെ കിട്ടുന്നുണ്ട്. പക്ഷെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് എടുത്തത് 2023-ലാണ്. അതിനായത് 14,25,000 രൂപ ടോപ്പ് മോഡല്. ഞാനിപ്പോ എടുത്ത പഞ്ചിന് ആയത് 13,80,000 രൂപ. അത് വേറെ സെഗ്മെന്റ് വണ്ടിയുമാണ്. എയർ ബാഗും വ്യത്യാസമുണ്ട്, സേഫ്റ്റിയും വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അന്ന് പിന്നെ നെക്സോൺ നോക്കാൻ ഈ ടിഗോർ എടുത്ത സമയത്ത്? അന്ന് നെക്സോൺ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നെക്സോണിനൊരു എന്താ ഷേപ്പ് ചില ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടത്തില്ല. ബാക്ക് ആണെങ്കിൽ തന്നെ ഒരു മറ്റേ ആമ ഇരിക്കണ പോലെ ഇരിക്കുന്നത്, ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ അന്നേരം നെക്സോണിന് നമ്മൾ ഉദ്ദേശിച്ച മോഡലിന് 18.2 അപ്പൊ 4 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് നമുക്ക്. അതും 300 റേഞ്ച് കിട്ടുള്ളായിരുന്നു.
അപ്പം നമ്മളത് സെറ്റിൽ ചെയ്തതാണ്. അത് മേടിച്ചിട്ട് ഇത് 2023 ഓഗസ്റ്റിലാണ് മേടിച്ചത്, ജൂലൈയിലാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും 5 GB ഇറങ്ങി. സെക്കൻഡ് മോഡൽ ഇറങ്ങി. അപ്പം നമ്മളത് ബുക്ക് ചെയ്തു. അപ്പോൾ 2-3 പ്രാവശ്യം വഴി കിടത്തിയെങ്കിൽ പോലും ടാറ്റയോട് എന്താ ഇത്ര സ്നേഹം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഇത് എൻ്റെ പേഴ്സണൽ വാഹനമാണ്. ഞാൻ മെയിനായിട്ട് ഇതാണ് ഓടിച്ചു നടക്കുന്നത്. ഇതിന് മുമ്പ് എൻ്റെ ഒരു സെലേറിയോ ആയിരുന്നു. അപ്പം ഞാൻ അത് ഓടിക്കാൻ പഠിക്കുന്ന സമയമാണ് 2019-20 കാലഘട്ടം. അപ്പോൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത് നമ്മളറിയാം, നമ്മൾ പയ്യന്മാരായതുകൊണ്ട് ഇത്തിരി സ്പീഡിൽ പോകും. അപ്പം ഞാൻ 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ അത്യാവശ്യമായിട്ടുള്ളൊരു സ്പീഡിൽ പോയിട്ട് തട്ടലും മുട്ടലും ഒരച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഒരച്ചിൽ കഴിയുമ്പോൾ നമുക്ക് പേടിയാണ് വരുന്നത്. ഇപ്പൊ മാരുതിയുടെ വണ്ടി, എന്റെ വണ്ടിയുടെ കുഴപ്പമാണോ അതറിയില്ല, നമ്മൾ ഒറ്റ ചവിട്ടൊക്കെ ചവിട്ടാൻ നേരത്ത് വലത്തോട്ടോ ഇടത്തോട്ടോ ഒറ്റ വെട്ടിക്കല, നമ്മൾ നേരെ പിടിച്ചാലും വണ്ടി അങ്ങോട്ട് പോകും. അല്ല, മാരുതിയുടെ പഴയ വണ്ടികൾക്ക് ഈ ഒരു എന്താ പറയുക സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അത് വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു കോൺഫിഡൻസിന്റെ ഇതാണ് എനിക്ക് ടാറ്റയിൽ ഏറ്റവും തോന്നിയത്. അത് ഏതൊരു വാഹനമായാലും ഇപ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന പൈസ വെച്ചിട്ട് ഫീച്ചറുകൾ തരുന്നത്, സേഫ്റ്റി തരുന്നത് ടാറ്റ ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് പ്രശ്നം. അതിപ്പം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആൾക്കാരായിരിക്കും. 2-3 വണ്ടി ടാറ്റയുടെ ഉപയോഗിച്ചല്ലോ. പക്ഷെ അതും ഒക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും എനിക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ടിഗോറിന്റെ കാര്യത്തിൽ ഇത്ര 200 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെ അല്ലേ? അതെ, അതും വഴി കിടന്നിട്ടുണ്ടോ? അത് ഒരു ദിവസം ഇത് വെച്ചാല് ഇത് ഞങ്ങൾ മാറി മാറി ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആരോ ഇത് ഓടിച്ചിട്ട് അടിയിലൊരു കല്ല് ബാറ്ററിമേ തട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആരാന്നറിയില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം. കള്ളനെ കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങോട്ട് എന്നെ അമ്മാവന് സംശയമുണ്ട്, എന്റെ അമ്മാവൻ എന്നെ സംശയമുണ്ട്. ആരാണെന്ന് അറിയത്തില്ല. കല്ലില് കയറ്റി ബാറ്ററി ബെൻഡായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് കാണുന്നത് വണ്ടി കംപ്ലൈന്റ് ആയതിനു ശേഷം. ഒരു ദിവസം ഓടിച്ചോണ്ടിരിക്കാൻ നേരത്ത് ചാർജ് ഒരു 80% ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഓടിക്കണായിരുന്നു. ഒരു 82% ഉണ്ടായിരുന്നു. ഉടനടി അത് 0 ആയിട്ട് വണ്ടി അവിടെ നിന്ന് ഡെഡ്. എന്നിട്ട് ട്രക്ക് വന്നിട്ട് കൊണ്ടുപോയ ശേഷമാണ് അടി ഇൻസ്പെക്ട് ചെയ്തപ്പോ ബാറ്ററിയുടെ പാക്കിന്റെ അവിടെ ഒരു ബെൻഡ്. പക്ഷേ ആ ബെൻഡ് ഞങ്ങൾ ഉദ്ദേശിച്ച സമയമാണെങ്കിൽ സംഭവിച്ചിട്ട് കുറേ നാളായി. കാരണം ഞങ്ങൾ വണ്ടി PPF ചെയ്യാൻ കൊടുത്തായിരുന്നു. PPF ചെയ്യാൻ കൊടുത്ത സമയത്താണ് നമ്മൾ ബെൻഡുള്ള കാര്യം അറിയുന്നത്. ബാറ്ററിയിലാണെന്ന് അറിയില്ല. അത് ഈ സംഭവത്തിന് ഒരു വർഷം മുമ്പായിരുന്നു. അപ്പൊ ബെൻഡ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഏകദേശം അതാണ് വേറൊരു പ്രശ്നം. ഇപ്പോൾ എൻ്റെ ഒരു കേട്ടറിവാണ്, നെക്സോണിന്റെ ഒരു ലോയൽറ്റി പ്രോഗ്രാം ഉണ്ട്. വണ്ടി പണി വർക്ക്ഷോപ്പിൽ കിടന്നു കഴിഞ്ഞാൽ നെക്സോൺ EV ആണെങ്കിൽ എത്ര രൂപ എന്തോ കൊടുക്കുമെന്നോ, വണ്ടി എന്തോ കൊടുക്കുമെന്നോ, രൂപ എന്തോ കൊടുക്കുമോ, അത് അന്നേരം ഇല്ല. ഞങ്ങളുടെ ഒരു 1.5 മാസത്തോളം അമ്പാട്ടുകാവ് ഗോകുല ഷോറൂമിൽ കിടന്ന് അവിടെ ഒരു അഭിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആ പുള്ളി നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നിട്ട് വണ്ടി അവിടെ 1.5 മാസത്തേക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്തോ? ബാറ്ററി റീപ്ലേസ് ചെയ്തു. ഇൻഷുറൻസ് ക്ലെയിം അടിച്ചിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്തു. അത് പിന്നെ വണ്ടിയുടെ കുറ്റമായിട്ടും പറയാൻ പറ്റില്ല. നമ്മുടെ അടി തട്ടിയതാണെങ്കിൽ അതാണ് ഇഷ്യൂ എങ്കിൽ നമുക്ക് വണ്ടി അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അതെ അതെ. അപ്പൊ എന്താണ്, ഇനിയും ടാറ്റയിൽ തന്നെ തുടരും? ഇനിയും ടാറ്റയിൽ തന്നെ വരും വർഷങ്ങളിൽ തുടരാനാണ് എന്റെ പ്ലാൻ. പിന്നെ ഒരു കാര്യമുണ്ട്, മഹീന്ദ്രയിലോട്ട് ചെറിയ ഒരു ചാഞ്ചാട്ടം വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ ബ്രാൻഡുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്റെ ആദ്യത്തെ ബൈക്ക് എന്ന് പറയുന്നത് TVS RTR 200 ആണ്. മറ്റേ 4V, അത് ഇന്ത്യൻ ആണ്. ഞാനിപ്പോ ഒരു ഏതർ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, അത് ഇന്ത്യൻ ആണ്. ഈ വണ്ടി ഇന്ത്യൻ ആണ്. ബാക്കി അങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരു മനസ്സിൽ കണ്ടത് മഹീന്ദ്ര മനസ്സിൽ കണ്ട 7XO, അതിന്റെ പുതിയ മോഡല് നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ത്യൻ വാഹനം ഞാനൊരു വണ്ടിയും കൂടെ നോക്കുന്നുണ്ട്, അതും ഇന്ത്യനാണ്. അത് വരുമ്പോ ഒരു ബൈക്ക് നോക്കുന്നുണ്ട്, അപ്പൊ അതൊരു ഇന്ത്യൻ വണ്ടിയാണ്. ഇന്ത്യൻ അല്ലല്ലോ അല്ലേ? ഇല്ല, ഇന്ത്യൻ അല്ലല്ലോ. ഇന്ത്യൻ ഓടിക്കണമെങ്കിൽ ടിയാഗോ ഓടിക്കില്ലല്ലോ. ശരി ശരി. അപ്പൊ എന്തായാലും നല്ല ഫീഡ്ബാക്ക് ആയിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഈ സേഫ്റ്റിയാണ് ടാറ്റയിലേക്ക് എല്ലാവരും ഇങ്ങനെ ആകർഷിച്ച് നിർത്തുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ വാഹനം മോശമല്ല. എന്നാലും പഞ്ച് EVക്കും ഏറ്റവും പുതിയ 5 EV കിടിലൻ വണ്ടിയാണ്. ടാറ്റയുടെ ഏറ്റവും നല്ല മോഡലായിട്ട് ഞാൻ കാണുന്നത് ഏറ്റവും പുതിയ 5 EV ആയാലും അത് പെട്രോൾ ആയാലും നല്ല വണ്ടികളാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശരി. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു ടാറ്റ പഞ്ച് EVയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ടാറ്റ പഞ്ച് EVയുടെ ഓണറെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമസ്കാരം. പേര്? പ്രശാന്ത്. എന്താണ് പ്രശാന്ത്? എനിക്ക് ടയറിന്റെ ബിസിനസ് ആണ്. എവിടെ? വൈപ്പില്ലി. ഓ ശരി. ടയർ ഷോപ്പാണോ?
ടയറിന്റെ റീസോളിങ്ങിന്റെ കമ്പനി ഉണ്ട്, പിന്നെ പുതിയ ന്യൂ ടയറിന്റെ ഉണ്ട്, വീൽ അലൈൻമെന്റ് എല്ലാം കൂടി ആയിട്ടുള്ളത്. പിന്നെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അപ്പോൾ കാര്യമായിട്ട് ഓട്ടോ ഉള്ള ആളാണോ? ഓട്ടോ അത്യാവശ്യം ലോങ് ഒന്നുമല്ല, നമ്മുടെ ലോക്കലായിട്ടുള്ള അങ്ങാടും ഇങ്ങാടും ഷോപ്പുകളിൽ അങ്ങാടും ഇങ്ങാടും, പിന്നെ ബസ്സും കാര്യങ്ങളാകുമ്പോൾ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ഓട്ടങ്ങളൊക്കെ കൂടുതലായിട്ട്. എത്ര കാലം ഇപ്പം 5 EV എടുത്തിട്ട്? ഇപ്പൊ 2 വർഷം ആവണം. ആണോ? ഇപ്പൊ ഈ ജൂൺ വരുമ്പോ കറക്റ്റ് 2 വർഷം. എത്ര ഓടിക്കാണ് ഇപ്പൊ ഇതുവരെ? ഇപ്പൊ ഒരു 60,000 കിലോമീറ്റർ. വളരെ കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടാൻ പറ്റുന്ന ഒരാളാണ്. എങ്ങനെയുണ്ട്? ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ടാറ്റ പഞ്ച് EV എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്താണ് അഭിപ്രായം പറയുക? ഞാൻ തീർച്ചയായിട്ടും എടുക്കാൻ പറയുള്ളൂ. ഓട്ടം വേണം. ഈ പറഞ്ഞുകൊണ്ട് ഞാനൊരു ദിവസം അങ്ങനെ വന്നാലൊരു 100 കിലോമീറ്റർ 80 കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടുന്നുണ്ട്. ആണല്ലേ? ശരി. ആവറേജ് ഞാനിപ്പോ നോക്കിയിട്ട് തന്നെ ഒരു 80 കിലോമീറ്റർ വെച്ച് ആവറേജ് ഞാൻ ഓടുന്നുണ്ട്. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എത്ര കിട്ടുന്നുണ്ട് ഇപ്പൊ റേഞ്ച്? ഇപ്പൊ റേഞ്ച് ശരിക്കും ഫുൾ ചാർജിൽ കാട്ടണത് ഒരു 300 ഒക്കെ കാട്ടണമെങ്കിലും ഒരു 200-ലൊക്കെ നമുക്ക് അതിന് താഴെ കിട്ടുന്നുള്ളൂ. ഏകദേശം അത് വരുമ്പോഴേക്കും 20% ഏകദേശം എടുക്കാവല്ലോ, അതിൽ താഴെ പോകാറില്ല. അതിപ്പോ നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോഴാണോ ഈ പറഞ്ഞ റേഞ്ച് കിട്ടുന്നത്, അതോ ഹൈവേയിലൊക്കെ ഓടിച്ച് ദൂരെ പോയാലും അത്രയൊക്കെ തന്നെ? ദൂരെ പോയാലും ഏകദേശം അത്രയൊക്കെ തന്നെ വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്ര പ്രതീക്ഷിച്ചിരുന്നു ശരിക്കും ഇത് എടുത്തപ്പോ? ഈ പറഞ്ഞ 300 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. ഒരു 200 200 ഞാനൊരു 20% നിർത്തുമ്പോൾ ഒരു 230 വരെയൊക്കെ പോയിട്ടുണ്ട്. ആണല്ലേ? ശരി. വീട്ടിലാണോ അധികം ചാർജ് ചെയ്യുന്നത്? വീട്ടിൽ തന്നെയാണ് ചാർജ് ചെയ്യണത്. പുറത്ത് 2 വർഷത്തിനിടക്ക് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 5 തവണക്കുള്ളിൽ പുറത്ത് ചെയ്തിട്ടില്ല. അങ്ങനെ ലോങ് ഓട്ടങ്ങൾ കുറവാണ്. എനിക്ക് ലോക്കലി നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഓട്ടങ്ങളാണ് കൂടുതൽ. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട് സാറിന് ഫുൾ ചാർജിന്? ഫുൾ ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10-12 മണിക്കൂർ എടുക്കുന്നുണ്ട്. അത്ര എടുക്കും. ഒരു 20 അല്ല 25 ഒരു 30 ആ ഒരു റേഞ്ചിലൊക്കെ ഇടുകയാണെങ്കിൽ ഒരു 11 മണിക്കൂർ അത്രയൊക്കെ എടുക്കുന്നുണ്ട്. വെളി ചെയ്തപ്പോഴോ ഫാസ്റ്റ് വെളി ഞാൻ നോക്കിയിട്ട് ഒരു പോയിന്റിന് 1 മിനിറ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റുള്ള എടുക്കാറില്ല. 1.5 മിനിറ്റ് വെച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലാണ്. അതെ, ദൂരെ പോകണമെങ്കിലും. ഇപ്പൊ ദൂരെ പോകണമെങ്കിലും നമ്മ എങ്ങനെ വന്നാലും ഫുഡ് കഴിക്കാനായിട്ട് നിർത്തണമല്ലോ. എങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് ചാർജ് ആയി കിട്ടും. പിന്നെ 0 എന്നല്ലല്ലോ നമ്മൾ പുറത്തു പോയാലും ചാർജ് ചെയ്യണത്. എങ്ങനെ വന്നാലും ഒരു 50% 50% ഒക്കെ എന്ത് വന്നാലും ഉണ്ടാവുമല്ലോ. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇത്രയും കാലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ? ഞാൻ സീറ്റിന് കവറൊന്നും ഞാൻ അടിച്ചിട്ടില്ല. വേറെ എന്ന് വെച്ചാൽ സീറ്റ് കവർ അടിച്ച വണ്ടി ഇരുന്നിട്ട് എനിക്കൊരു ഇതില്ലാത്ത കാരണം കംഫർട്ട്, ഇരിപ്പ് നല്ല സുഖമാണ്. അതേമാതിരി തന്നെ എനിക്ക് ശരിക്കും ഇതിന്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഓക്കെ, ശരിക്കും വണ്ടിയുടെ ബാക്കൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഉള്ള കാര്യം പറഞ്ഞത്. പക്ഷെ ഫ്രണ്ടൊക്കെ നല്ല ഇതാണ്. അതേപോലെ ഓടിക്കാൻ ശരിക്കും ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടിയല്ല. പക്ഷെ വണ്ടി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടായിട്ട്. അപ്പൊ ഇത്ര ഓടിക്കഴിഞ്ഞപ്പോ ഒരു നെഗറ്റീവ് പറയാനാണെങ്കിൽ എന്തുണ്ട്? നെഗറ്റീവ് വേറെ പറയാൻ ടയറിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. പുറത്ത് ടയർ നിൽക്കുന്നില്ല. പക്ഷെ നമുക്കിപ്പോ 60,000 ടയർ ഒരു പകുതി പോലും ആയിട്ടില്ല. അപ്പൊ അതാണ് ടയർ നിൽക്കൂലെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു വിഷയം അതും വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ആകെ വന്നേക്കണെന്ന് വെച്ചാൽ AC-യുടെ ഒരു വെന്റ് വിട്ടുപോയിട്ടേ അതിന്റെ വെള്ളം വീണിട്ട് അതിന്റെ സെൻസറിന് എന്തോ ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു. അങ്ങനെ ഒരാഴ്ച അവിടെ കമ്പനിയിൽ വണ്ടി കിടന്നല്ലാണ്ട് ഒരു കംപ്ലൈന്റും എനിക്ക് നിലവിൽ വന്നിട്ടില്ല. ഞാനിപ്പോ നമ്മള് തൊട്ട് മുമ്പ് കണ്ട ആളോട് ഞാൻ പറഞ്ഞോളൂ, ടാറ്റയുടെ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് പഞ്ചാണ്. അത് പെട്രോൾ ആയാലും EV ആയാലും ഏറ്റവും ബെസ്റ്റ് മോഡലാണ്. ടാറ്റയുടെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോഴും ആരും വലിയ പരാതി ഒന്നും പറയാത്തൊരു. അതെ, വേറെ എനിക്കൊരു ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. സർവീസ് ആയാലും വേറെ ഗോകുലത്തിലാണ്, വേറെ ഇതൊന്നുമില്ല. നമ്മൾ രാവിലെ കൊടുത്താൽ എങ്ങനെ വന്നാലും വൈകിട്ട് തന്നെ കിട്ടും. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസും വലിയൊന്നുമില്ല. ഒരു 4,000 5,000 ഒരു 5,000 താഴെ വന്നുള്ളൂ. അത്ര വരുള്ളൂ. അതൊരു 10,000 കിലോമീറ്റേഴ്സിൽ അല്ലേ? അതായത് നല്ല പറഞ്ഞ പോലെയാണ്. സിറ്റിയിൽ ഓടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ടാറ്റ പഞ്ച് EV വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹൈവേ ഓട്ടോ ഉണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം. ഓടിക്കാൻ ഞാൻ നോക്കിയിട്ട് നല്ല പ്രത്യേകിച്ച് സീറ്റിന്റെ പൊസിഷൻ ഹൈറ്റ് ഉണ്ട്. മെയിനായിട്ട് ആ ഒരു ഫീല് നെക്സോണിൽ കിട്ടണില്ല. ആ ഇരിപ്പിലും കിട്ടണില്ല, ഓടിക്കലും കിട്ടുന്നില്ല. ഇതും ഈ കോമറ്റും ഒക്കെ സിറ്റി കാർ ആകുന്നത് തന്നെ പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ ഒരു സീറ്റിന്റെ നല്ല വിസിബിലിറ്റി അതാണ് മെയിനായിട്ട്. പിന്നെ ടേണിംഗ് റേഡിയസ് എങ്ങനെയുണ്ട്? നമ്മൾ സിറ്റിയിലൊക്കെ U-ടേൺ ഒക്കെ എടുക്കുമ്പോൾ എളുപ്പത്തിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെ നല്ല വ്യൂ കിട്ടണുണ്ടല്ലോ ഇതിനകത്ത്. എന്റെ വലിയ U-ടേൺ അങ്ങനെ ഒന്നും യാതൊരു വിഷയങ്ങളില്ല. നല്ല കംഫർട്ടാണ്.
എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ആശങ്കയുണ്ടോ? 60,000 കിലോമീറ്ററായി, ഇതൊക്കെ കുറച്ച് കാലം ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ റീസെയിൽ വാല്യൂ ഉണ്ടാവും. അത് ഒരു പ്രശ്നം തന്നെയായിട്ടാണ് തോന്നിയേക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വണ്ടി 1.5 വർഷമായിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം കമ്പനി തന്നെ ഇതിന് എക്സ്ചേഞ്ചിന് നിന്ന് കഴിഞ്ഞപ്പോ 14 സംതിങ്ങിന് എടുത്തതാണ്. 8 ലക്ഷം രൂപ പറയണത്. അതൊരു പ്രശ്നം തന്നെയാണ്. റീസെയിൽ വില വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഏത് വണ്ടിയാണെങ്കിലും ഇപ്പൊ ഞാൻ സ്വിഫ്റ്റ് ഇന്നോവയൊക്കെ ആയിരുന്നു. ഇന്നോവ നേരത്തെ കൊടുത്തായിരുന്നു. സ്വിഫ്റ്റ് ഒരു 6.5 ലക്ഷത്തിനെടുത്ത് 10 വർഷം കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് 3.5 ലക്ഷം രൂപ കിട്ടി. ശരിയാണ്, കിട്ടി. 3.5 60,000 കിലോമീറ്റർ ഓടിയെങ്കിൽ പെട്രോളിലായിരുന്നെങ്കിൽ അത് ശരിയാണ്, 6 ലക്ഷം രൂപ. അതെ. ഇപ്പൊ പെട്രോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപ. ഞാൻ സ്വിഫ്റ്റിന്റെ ഒരു 18 മൈലേജ് വെച്ച് ആവറേജ് നോക്കിയിട്ട് ഒരു 3 ലക്ഷത്തിന് മേല് ഡീസൽ ഞാൻ ഇപ്പൊ ഓടിച്ച് മുതലാക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മ വണ്ടി എടുക്കുന്നത് നമുക്ക് ഓടിക്കാൻ മുതലാക്കാന്നുള്ളതാണ്. ഞാനിപ്പോ നന്നായിട്ട് ഡെയിലി ഓടുന്നുണ്ട്. 2 വീലർ അങ്ങനെ യൂസ് ചെയ്യാത്ത ആളാണ് ഞാൻ. കാറുമ്പോൾ തന്നെയാണ്. എനിക്ക് നല്ല ഇതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഈ സേഫാണ് തീർച്ചയായിട്ടും. നമുക്ക് അതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ഒരു സേഫ്റ്റി ഫീലും ഒക്കെ പഞ്ചിന്റെ കാര്യത്തിൽ കിട്ടുന്നുണ്ട്. ഏറ്റവും പുതിയ പഞ്ച് കണ്ടിരുന്നു ഇപ്പൊ പിയുടെ വന്നു? ഇല്ല, കണ്ടിട്ടില്ല. ഒന്ന് നോക്കണം. കുറെ കൂടെ നന്നായിട്ടുണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു, നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അതെ. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി കസ്റ്റമറാണ്. നമ്മളിപ്പോൾ ഇന്ന് കണ്ട 2 ടാറ്റ കസ്റ്റമേഴ്സും വളരെ ഹാപ്പിയാണ്. ടാറ്റയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മൾ മറന്നുപോകും. മറ്റൊത്തിരി ഗുണങ്ങൾ, വേറെ ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ വാഹനങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ സമ്പത്തിനെയും അതുപോലെ ആരോഗ്യത്തെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. അതെല്ലാവരും ഗൗരവമായി എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ല, നമുക്കൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് സഹായ അഭ്യർത്ഥനയ്ക്ക് പോയാൽ എപ്പോഴും അത് സാധിക്കണമെന്നില്ല. പലപ്പോഴും നമ്മളെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും മറ്റ് പലരും. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോട് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. ബൈ.